ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, എന്താണ് ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. ഇനി ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് പറ്റും, ഇതിനെ കുറിച്ച് പഠിക്കാനും പറ്റും, എന്ത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനും പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഇപ്പോൾ പെട്രോൾ എഞ്ചിനുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഡീസൽ എഞ്ചിനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പെട്രോൾ എഞ്ചിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡീസൽ എഞ്ചിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കില്ലേ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ വാഹനമാണോ ഡീസൽ വാഹനമാണോ നമ്മളുടെ ആവശ്യത്തിന് യൂസ്ഫുൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പാരിസണിലൂടെ പഠിക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ എന്താ പറയുക വർക്കിംഗ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പെട്രോൾ എഞ്ചിൻ, ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇൻലെറ്റ് വഴി ആരാണ് അതിലേക്ക് വരിക? എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കും ഉള്ളിലേക്ക് വരിക, അല്ലെ? പക്ഷെ ഡീസൽ വാഹനങ്ങളിൽ ഇൻലെറ്റ് വഴി എന്ത് മാത്രമേ അകത്തേക്ക് വരുള്ളൂ? എയർ മാത്രമായിരിക്കും അകത്തേക്ക് വരിക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിൽ ആരാവശ്യമുണ്ട്? കാർബറേറ്ററിന് ആവശ്യമുണ്ട്. പെട്രോൾ വാഹനങ്ങളിൽ കാർബറേറ്റർ വേണം, പക്ഷെ ഡീസൽ വാഹനങ്ങളിൽ എന്ത് വേണ്ട? കാർബറേറ്ററിന് ആവശ്യമില്ല. കാരണം എന്താണ്? കാരണം എയർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇൻലെറ്റ് വാൽവ് വഴി അകത്തേക്ക് വരുന്നത്. നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി പറയാനുള്ളത് പെട്രോൾ വാഹനങ്ങളുടെ കംപ്രഷൻ റേഷ്യോ. ഇത് നമ്മൾ പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ എത്രയായിരിക്കും? 9:1 മുതൽ 11:1 വരെ. അത്രയും വേണം. അതായത് 9 ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് 1 ആക്കേണ്ടി വരും, അല്ലെങ്കിൽ 11 ഉള്ള സാധനത്തിന് 1 ആക്കേണ്ടി വരും. അത്രയും കംപ്രഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഡീസൽ വാഹനങ്ങളിലെ കംപ്രഷൻ റേഷ്യോ എത്ര വരും? 15:1 മുതൽ 24:1 വരെ, അല്ലെങ്കിൽ ആവറേജ് നമ്മൾ എത്ര പറയും? 22:1 ആണ് വരിക. അതായത് വലിയ വോളിയത്തിന് എന്ത് ചെയ്യേണ്ടി വരും? കംപ്രസ് ചെയ്ത് ചെറുതാക്കേണ്ടി വരും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കംപ്രഷൻസ് ചെയ്യുന്നത് കൂടുന്ന സമയത്ത് എന്ത് പറ്റും? ഇതിനുള്ളിലുള്ള എയർ ഹീറ്റ് ആവും. അപ്പോൾ ഹീറ്റായ എയറിലേക്കാണ് എന്ത് കൊടുക്കുക? ഫ്യൂവലിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഡീസൽ കത്തുള്ളൂ. ഡീസൽ കത്തണമെങ്കിൽ എയർ ആദ്യം എന്ത് ചെയ്യണം? ഹീറ്റ് ആവണം. എയറിനെ ഹീറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം കംപ്രസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈ കംപ്രഷൻ വരും. ഈ ഹൈ കംപ്രഷൻ ഡീസൽ എഞ്ചിന് വരുന്ന സമയത്ത് ഡീസൽ എഞ്ചിന് വേറെ പ്രശ്നമുണ്ട്. ഇങ്ങനെ കംപ്രഷൻ റേഷ്യോ കൂടുമ്പോൾ വണ്ടിയുടെ വൈബ്രേഷൻ കൂടും. നിങ്ങൾ നോർമൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ വാഹനങ്ങൾ, ഇപ്പോൾ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും ഒരേ മോഡലിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഡീസൽ വാഹനത്തിന്റെ വൈബ്രേഷൻ കൂടുതലായിരിക്കും. ആ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഡീസൽ വാഹനത്തിന്റെ എഞ്ചിന്റെ വെയിറ്റ് കൂടും. അങ്ങനെ ഹയർ എഞ്ചിനായിരിക്കും ഡീസൽ വാഹനങ്ങളിൽ ഉണ്ടാവും. അതേസമയം പെട്രോൾ വാഹനങ്ങളിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ വൈബ്രേഷന്റെ പ്രശ്നം വരില്ല. കാരണം എന്താ? കംപ്രഷൻ റേഷ്യോ ഓൾറെഡി കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് മതി? ലൈറ്റ് വെയിറ്റുള്ള എഞ്ചിനായി ഉപയോഗിച്ചാൽ മതി. പെട്രോൾ വാഹനങ്ങളെ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരേ മോഡൽ നമ്മൾ എടുത്ത് നോക്കിയാൽ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് പെട്രോൾ വാഹനത്തിന്റെ എഞ്ചിൻ എന്തായിരിക്കും? ഭാരം കുറവായിരിക്കും. ഡീസൽ വാഹനത്തിന്റെ എഞ്ചിന് ഭാരം കൂടുതലായിരിക്കും. ഈ ഭാരം കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്താ? കംപ്രഷൻ റേഷ്യോ ഒക്കെ കൂടുതലായതിന് പരമായിട്ട് എഞ്ചിന് വൈബ്രേഷൻ ഉണ്ടാവും. എഞ്ചിന്റെ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വലിയ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയാൻ പറയുന്നത് സ്പാർക്ക് പ്ലഗ് വേണം ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ. കാരണം എന്താണ്? കംപ്രഷൻ റേഷ്യോന്റെ അവസാനം എയർ ഫ്യൂൽ മിക്സറിനെ കത്തിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു സ്പാർക്ക് കൊടുക്കണം. പക്ഷേ ഡീസൽ വാഹനങ്ങളിൽ സ്പാർക്ക് പ്ലഗിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഡീസൽ എഞ്ചിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്പാർക്ക് കൊടുക്കുന്നില്ല. പകരം എങ്ങനെയാണ് കത്തിക്കുന്നത്? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ സഹായത്താൽ ഹൈ കംപ്രഷനുള്ള എയറിലേക്ക് ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും? ഫ്യൂവലിനെ സ്പ്രേ ചെയ്തു. അതുകൊണ്ട് പെട്രോൾ വാഹനങ്ങളിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് ആണ് യൂസ് ചെയ്യുക, ഡീസൽ വാഹനങ്ങളിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ പുതിയ പെട്രോൾ വാഹനങ്ങൾ, ഇപ്പൊ MBFI എന്ന് പറഞ്ഞു വരുന്ന ഫ്യൂവൽ ഇഞ്ചക്ടറുള്ള FI വാഹനങ്ങൾ, ഫ്യൂവൽ ഇഞ്ചക്ടർ വരുന്ന പെട്രോൾ വാഹനങ്ങളുണ്ട്. നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പുതിയ വരുന്ന റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റുകളൊക്കെ FI ആണ്. അതിനകത്ത് കാർബറേറ്റർ ഉണ്ടാവില്ല. അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്പാർക്ക് പ്ലഗ് ഓൾറെഡി ഉണ്ട്. ഇത് നമ്മൾ ചെറിയ വ്യത്യാസം. ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ പോലെ അല്ല പെട്രോൾ വാഹനത്തിനകത്ത് MBFI വർക്ക് ചെയ്യുന്നത്. MBFI വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഫ്യൂവൽ ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്ന പോലെയാണ്. ഇതിന്റെ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്താ ചെയ്യുന്നത്? കംപ്രസ് ചെയ്ത എയറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ MBFI അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ വരുന്ന വാഹനങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എന്തിനാണ്? എയർ ഫ്യൂവലിനെ മിക്സ് ചെയ്യാൻ മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ സ്പ്രേയുടെ ഫലമായിട്ട് കത്തില്ല. അതിൽ എന്ത് നിർബന്ധമായിട്ട് വേണം? പെട്രോൾ വാഹനമാണോ സ്പാർക്ക് പ്ലഗ് നിർബന്ധമാണ്. അത് MBFI ആയാലും സാധാ കാർബറേറ്റർ എഞ്ചിൻ ആയാലും ഒക്കെ സ്പാർക്ക് പ്ലഗ് നിർബന്ധമാണ്. അപ്പോൾ പുതിയ വരുന്ന പെട്രോൾ വാഹനങ്ങളിൽ സ്പാർക്ക് പ്ലഗിന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? ഫ്യൂവൽ ഇഞ്ചക്ടറും കൂടി ഉണ്ടാവും. എന്തുണ്ടാവില്ല? കാർബറേറ്റർ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പഴയ ഇപ്പൊ നിലവിൽ മാർക്കറ്റിലുള്ള സാധാരണ മോഡൽ വാഹനങ്ങളാണെങ്കിൽ കാർബറേറ്റർ ഉണ്ടാവും, ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ടാവില്ല. ഡീസൽ വാഹനങ്ങളിലാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നില്ല. എന്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂവൽ ഇഞ്ചക്ടർ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി വരുന്നൊരു കാര്യം, പെട്രോൾ വാഹനങ്ങളുടെ പെട്രോളിന്റെ വില, പെട്രോളിന്റെ ഉപയോഗം അത് വെച്ച് കണക്കൂട്ടിയാൽ ഹൈ റണ്ണിങ് കോസ്റ്റ് ആയിരിക്കും. അതായത് പെട്രോളിന്റെ വില ഇപ്പൊ ഒരു 80 രൂപ 82 രൂപ ഇന്ന് പെട്രോളിന്റെ വിലയുണ്ട്. ആ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു മാരുതി സ്വിഫ്റ്റ് 14 കിലോമീറ്റർ ഓടും എന്ന് വിചാരിക്കുക. അതേ വാഹനത്തിന് അതിന് ഡീസൽ വെർഷൻ ആണെങ്കിൽ 70 രൂപ ഡീസൽ കിട്ടും. അത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും ചെയ്യും. നമ്മൾ റണ്ണിങ് കോസ്റ്റ്, അതായത്
അപ്പൊ നമുക്ക് ഒരു കിലോമീറ്ററിൽ എത്ര രൂപ വെച്ച് ചെലവ് വന്നതെന്ന് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ റണ്ണിങ് കോസ്റ്റ് എന്തായിരിക്കും? പെട്രോൾ വാഹനത്തിന് കൂടുതലായിരിക്കും, ഡീസൽ വാഹനങ്ങളുടെ റണ്ണിങ് കോസ്റ്റ് ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടില് ഡീസൽ വാഹനങ്ങളാണ് ടാക്സികൾ ഉണ്ടാവുക. ടാക്സികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടാക്സി വാഹനങ്ങളെല്ലാം എല്ലാ വേരിയന്റിന്റെയും ഡീസൽ വർഷമായിരിക്കും മിക്കവാറും ടാക്സി വാഹനങ്ങൾ എടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ഇൻഡിക്ക ആയാലും, പിന്നെ സ്വിഫ്റ്റ് ആയാലും, റിക്സ ആയാലും, എറ്റിയോസ് ആയാലും, ഇന്നോവ ആയാലും ഒക്കെ ഡീസൽ വർഷമായിരിക്കും ഇതിന് ഉപയോഗിക്കുക, ടാക്സിക്ക് ഉപയോഗിക്കുക. കാരണം നമുക്ക് റണ്ണിങ് കോസ്റ്റ് കുറവാണ്, വാഹനത്തിന് ഡ്രൈവർക്ക് ലാഭമായിരിക്കും, കൂടുതൽ മൈലേജ് കിട്ടും. അപ്പൊ വാഹനം ഓരോ കിലോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ പെട്രോൾ വാഹനമാണെങ്കിൽ ഹൈ റണ്ണിങ് കോസ്റ്റ് ആയിരിക്കും, ഡീസൽ വാഹനമാണെങ്കിൽ എന്തായിരിക്കും? റണ്ണിങ് കോസ്റ്റ് ലോ ആയിരിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് പെട്രോൾ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ കത്തുന്നതിന് ഫലമായിട്ട് ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഡീസൽ കത്തുന്ന സമയത്ത് അതിൽ ഹൈ പൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം അതിനകത്ത് കാർബൺ മോണോക്സൈഡ് CO2, NO2, SO2 എന്ന് പറയുന്നത് സൾഫറിന്റെ ഓക്സൈഡുകൾ, നൈട്രജൻ ഓക്സൈഡുകൾ, കാർബൺ ഡൈ ഓക്സൈഡുകൾ, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ എന്ത് ചെയ്യും? ഡീസൽ കത്തുന്ന സമയത്ത് പുറത്തു വരും. ഇതുകൊണ്ടാണ് ഡീസലിന് പൊല്യൂഷൻ കൂടുതലുള്ളത്. പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് ഡീസൽ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഡൽഹി, ബോംബെ ഒക്കെ പോലെയുള്ള വലിയ വലിയ സിറ്റികളിലെ ഡീസൽ വാഹനങ്ങൾക്ക് 5 വർഷത്തിൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മഹാരാഷ്ട്ര വണ്ടി വെക്കാൻ ചെറിയ വിലക്ക് ഡീസൽ വാഹനങ്ങൾ വരുന്നത് കാണാം. അതിന് കാരണം ഇതാണ്, കാരണം അവിടെ 5 വർഷത്തിൽ കൂടുതൽ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. കേരളത്തിൽ തന്നെ ഇനി 15 വർഷത്തിൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് ഒരു നിയന്ത്രണം ഗവൺമെന്റ് കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം ഡീസൽ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കൂടുതലാണ്. സിമ്പിളായിട്ട് അറിയാം, ഡീസൽ വണ്ടി നോക്കിയാൽ മതി. നമ്മളിപ്പം ദൂരെ നിന്ന് പോകണം, നമ്മുടെ കോളേജിൽ നമ്മുടെ ജീപ്പോ അല്ല നമ്മുടെ ജനനൊക്കെ നോക്കിയാൽ മതി, അതിൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും. പെട്രോൾ വാഹനത്തെ അപേക്ഷിച്ച് ഡീസൽ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് എമിഷൻ കൺട്രോൾ ഡിവൈസസ് ആയിട്ടുള്ള സാധനങ്ങൾ, അതിനകത്ത് മഫ്ലറുകളോ, ഇപ്പൊ നമ്മുടെ പുതിയ BS4, BS6 വാഹനങ്ങളിലൊക്കെ പുതിയ സിസ്റ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട്. കാറ്റലിസ്റ്റ് കൺവേർട്ടർ, അതേപോലെ മഫ്ലറുകൾ, അതൊക്കെ എന്താ നമ്മൾ പഠിക്കും. അത് പഠിക്കുന്ന സമയത്ത് പറയാം. എന്തായാലും കൂടി പറഞ്ഞു, നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും, എന്തിന്? പൊല്യൂഷൻ കുറക്കാൻ. എന്നാൽ പോലും ഡീസൽ വാഹനങ്ങൾ പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഈ പൊല്യൂഷൻ കൂടുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇപ്പൊ റോഡിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ പൊല്യൂഷൻ കൂടി കഴിഞ്ഞാൽ, ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 900 ppm ആണ് പൊല്യൂഷൻ റേറ്റ്. അതായത് പൊല്യൂഷൻ ഒരു പരിധി കൂടി കഴിഞ്ഞാൽ അത് അവിടെയുള്ള ജീവജാലങ്ങൾക്ക്, മനുഷ്യന്, മറ്റ് ജീവജാലങ്ങൾക്ക്, എന്താ പറയുക, ചെടികൾക്ക്, ആ മൊത്തം അറ്റ്മോസ്ഫിയറിന് തന്നെ എന്തായിരിക്കും? വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതാണ് ഒരു കാര്യം. പൊല്യൂഷൻ എന്താണ്? ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് പെട്രോൾ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കുറവാണ്, ഡീസൽ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കൂടുതലാണ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനം വാങ്ങുമ്പോൾ ഉള്ള വില, അത് ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് പെട്രോൾ വാഹനത്തിന് കുറവായിരിക്കും. നമുക്കെന്നെ അറിയാം, നമ്മളൊരു സാധാരണ ഒരു കാർ വാങ്ങാൻ പോയാൽ ഡീസൽ വാഹനത്തെ അപേക്ഷിച്ച് പെട്രോൾ വാഹനത്തിന് 1-2 ലക്ഷം രൂപ കുറവായിരിക്കും. കാരണം എന്തായിരിക്കും? എൻജിൻ ചെറുതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡീസൽ വാഹനങ്ങളിലുള്ള ഒരുപാട് സാധനങ്ങൾ പെട്രോൾ വാഹനങ്ങളിൽ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന ഡീസൽ വാഹനങ്ങളിലാണെങ്കിൽ CRT വരും, ടർബോ വരും, ഇങ്ങനെ സാധനങ്ങളൊന്നും പെട്രോൾ എഞ്ചിനിൽ ഉണ്ടാവില്ല. പെട്രോൾ എഞ്ചിന്റെ താരതമ്യേന ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് സെൻസറുകൾ കാര്യങ്ങൾ കുറവാണ്, എഞ്ചിന്റെ വലിപ്പം കുറവാണ്, എഞ്ചിന്റെ വെയിറ്റ് കുറവാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇനീഷ്യൽ കോസ്റ്റ്, നമ്മളെ ചെറിയ എന്താ വെച്ചാൽ ഫസ്റ്റ് ചിലവാകുന്ന പൈസ പെട്രോൾ വാഹനത്തിന് കുറവായിരിക്കും. അതേസമയം ഡീസൽ വാഹനത്തിന് എന്തായിരിക്കും? ആ പൈസ ഫസ്റ്റ് നമ്മൾ ചിലവാക്കുന്ന ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഡീസൽ വാഹനത്തിനുള്ള ഒരു കാര്യം, അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ടോർക്ക് ഉണ്ടാവും, അതേപോലെ ഹൈ ആയിട്ടുള്ള ടോർക്ക് ഉണ്ടാവും. അപ്പൊ ഇതെവിടെയാണ് ഉപയോഗിക്കേണ്ടി വരിക? സ്റ്റേബിൾ ആയിട്ടുള്ള ടോർക്കും ഹൈ ടോർക്കും നമുക്ക് ആവശ്യമില്ല ഹെവി വാഹനങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലിറങ്ങുന്ന എല്ലാ ഹെവി വാഹനങ്ങളും, അതായത് ബസ്സുകളായിക്കോട്ടെ, അല്ല ഗാരേജ് വാഹനങ്ങളായിക്കോട്ടെ, നമുക്ക് ലോഡ് എടുക്കുന്ന വാഹനങ്ങളായിക്കോട്ടെ, ഏത് തന്നെ ആയാലും വാഹനത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഡീസൽ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ ടോർക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഡീസൽ വാഹനത്തിന്. പെട്രോൾ വാഹനത്തിന് അങ്ങനെ ഹൈ ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പെട്രോൾ വാഹനത്തിന് വേറെ കാര്യമുണ്ട്, പെട്രോൾ വാഹനത്തിനായാലും സ്മൂത്ത് ഡ്രൈവിംഗ് എപ്പോഴും കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ പേഴ്സണൽ യൂസിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ മിക്കവാറും പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വാഹനത്തിന്റെ എഞ്ചിന് വൈബ്രേഷൻ കുറവായിരിക്കും, എഞ്ചിനിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ വളരെ കംഫർട്ട് ആയിരിക്കും പെട്രോൾ വാഹനം. അതുകൊണ്ടാണ് നമ്മുടെ ഹോംലി പർപ്പസിന്, വീട്ടുകാരുടെ പർപ്പസിന്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്രോൾ വാഹനം. എന്നാൽ ഹൈ സ്റ്റേബിൾ ആയിട്ടുള്ള ടോർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ, അതായത് വലിയ കുന്നും മലയും കയറി പോകുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക വലിയ ലോഡ് എടുക്കുന്ന വാഹനങ്ങൾ, വലിയ ഭാരം എടുക്കുന്ന വാഹനങ്ങളൊക്കെ എന്താ ആവശ്യമുണ്ട്? ഡീസൽ എഞ്ചിൻ ആവശ്യമുണ്ട്. അപ്പോൾ ഡീസൽ എഞ്ചിൻ യാഥാർത്ഥത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കും? ഇപ്പൊ തന്നെ നമുക്ക് പറയാം, പൈസ കുറവായതുകൊണ്ട്, റണ്ണിങ് കോസ്റ്റ് കുറവായതുകൊണ്ട് ആരും ഉപയോഗിക്കും? നമുക്ക് എന്താ പറയുക, ടാക്സി വാഹനങ്ങൾ ഉപയോഗിക്കാം. ഹൈ ടോർക്കും ഹൈ സ്റ്റേബിളും ഹൈ
സ്റ്റേബിൾ ആയിട്ട് ടോർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഹെവി വാഹനങ്ങൾക്ക് ഉപയോഗിക്കാം. പെട്രോൾ വാഹനത്തിന്റെ കാര്യമാണെങ്കിലോ അതിന് ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്, പക്ഷെ റണ്ണിങ് കോസ്റ്റ് കൂടുതലാണെങ്കിലും ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ അത് സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ പേഴ്സണൽ പർപ്പസിന് എന്ത് ചെയ്യും, പെട്രോൾ വാഹനത്തെ പ്രിഫർ ചെയ്യും. ഇനി മറ്റൊന്ന് ഈ ലൈറ്റ് വെയിറ്റ് എഞ്ചിനും ഹെവി വെയിറ്റ് എഞ്ചിനും നമ്മൾ പറഞ്ഞ് പിന്നെ ഇനി പറയാനുള്ള കാര്യം, ഇത് നമ്മുടെ നാട്ടിൽ പഴയ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഡീസൽ വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നില്ല, എങ്കിലും പുറത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പഴയ DI എഞ്ചിനുള്ള ഡീസൽ ജീപ്പുകൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങൾ, പഴയ അതായത് 540 അതിന് മുൻപുള്ളതോ ആയിട്ടുള്ള ഡീസൽ ജീപ്പുകൾ രാവിലെ സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് അവർ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുന്നത് നോക്കിയാൽ കാണാം. അതായത് എഞ്ചിനെ പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു ഹീറ്റിംഗ് ഓയിൽ ഉണ്ടാവും വാഹനത്തിൻ്റെ അകത്ത്. അതെന്തെന്ന് വെച്ചാൽ എഞ്ചിന്റെ സിലിണ്ടർ തന്നെയാണെങ്കിൽ എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്തേക്ക് ഒരു കോയിൽ കളിച്ചിട്ടുണ്ടാവും. ആ കോയിലിനെ സ്വിച്ച് പ്രസ് ചെയ്തിരിക്കുന്ന സമയത്ത് കോയിൽ ഹീറ്റ് ആവും. ഈ എഞ്ചിന്റെ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള എയർ എന്താവും, ഹീറ്റ് ആവും. ഇങ്ങനെ പ്രീ ഹീറ്റിംഗ് ചെയ്യേണ്ടി വരും. ഇത് ഡീസൽ വാഹനങ്ങളിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ ഡീസൽ വാഹനങ്ങളൊന്നും നമ്മൾ പ്രീ ഹീറ്റിംഗ് കാണാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. നമ്മളെ പുതിയ ടർബോ അല്ലെങ്കിൽ CRT എഞ്ചിനൊക്കെ വരുന്ന സമയത്ത് അത്ര ആവശ്യം വരാറില്ല. എങ്കിലും യൂറോപ്പിലേക്കൊക്കെ പോകുന്ന നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അതായത് ഒരു 10 ഡിഗ്രി 12 ഡിഗ്രിയിലേക്കൊക്കെ ടെമ്പറേച്ചർ താവുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 0 ഡിഗ്രിയിലേക്കൊക്കെ ടെമ്പറേച്ചർ താവുന്ന സ്ഥലങ്ങളിൽ ഡീസൽ വാഹനങ്ങളിൽ പ്രീ ഹീറ്റിംഗ് ആവശ്യമാണ്. പ്രീ ഹീറ്റ് ചെയ്യണം, എന്നാലേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. എന്നാൽ പെട്രോൾ വാഹനങ്ങളിൽ പ്രീ ഹീറ്റിങ്ങിന്റെ ആവശ്യമില്ല. കാരണം എന്താ, എയർ ഫ്യൂൽ മിക്സറിലേക്ക് തണുത്തിരിക്കുമ്പോഴും ചൂടായിരിക്കുമ്പോഴൊക്കെ സ്പാർക്ക് കൊടുത്താൽ പെട്രോൾ കത്തും, ഡീസൽ കത്താൻ സമയമെടുക്കും. അതുകൊണ്ടാണ് പ്രീ ഹീറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ പ്രീ ഹീറ്റർ എന്തിനാവശ്യമുണ്ട്, ഡീസൽ വാഹനത്തിന് ആവശ്യമുണ്ട്, പെട്രോൾ വാഹനത്തിന് ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് കൂടി പറഞ്ഞു നോക്കാം. ഫോർസ്റ്റോക്കുണ്ട് എയർ ഫ്യൂൽ മിക്സർ ആണ് ഉപയോഗിക്കുക, ഡീസൽ വാഹനത്തിൽ എയർ ആണ് ഉപയോഗിക്കുക. കംപ്രഷൻ റേഷ്യോ കുറവായിരിക്കും. മറ്റേ 9:11 9:1 മുതൽ 11:1 ഉണ്ടാവുള്ളൂ. മറ്റേ കംപ്രഷൻ റേഷ്യോ ഹൈ ആയിരിക്കും. 15:1 മുതൽ 24:1 വരെ ഉണ്ടാവും. 22:1 നമ്മൾ ഒരു ആവറേജ് എടുക്കും. ഇതിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട് എങ്കിലും അതിന്റെ വാഹനങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഡീസൽ വാഹനങ്ങളിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് ഉപയോഗിക്കുക. സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യില്ല, ആവശ്യമില്ല. ഇതിന് ഹൈ റണ്ണിംഗ് കോസ്റ്റ് ആയിരിക്കും പെട്രോൾ വാഹനത്തിൽ ഉണ്ടാവുക. കാരണം മൈലേജ് താരതമ്യം കുറവായിരിക്കും. ഡീസൽ വാഹനത്തിൽ മൈലേജ് കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ റണ്ണിംഗ് കോസ്റ്റ് കുറവായിരിക്കും. കാർബറേറ്റർ ആവശ്യമുണ്ട് പെട്രോൾ വാഹനത്തിൽ. ഇപ്പോഴത്തെ അല്ല, ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ MPF വരുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഡീസൽ വാഹനങ്ങളിൽ ഒരു കാരണവശാലും എന്ത് വേണ്ട, കാർബറേറ്റർ വേണ്ട, ഫ്യൂൽ ഇഞ്ചക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പെട്രോൾ വാഹനത്തിൽ ഡീസൽ വാഹനത്തെ അപേക്ഷിച്ച് പൊല്യൂഷൻ കുറവായിരിക്കും, ഡീസൽ വാഹനത്തിന് പൊല്യൂഷൻ കൂടുതലായിരിക്കും. പിന്നെ മെയിൻ ഇനീഷ്യൽ കോസ്റ്റ് പെട്രോൾ വാഹനത്തിന് കുറവായിരിക്കും, ഡീസൽ വാഹനത്തിന് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ പക്ഷേ പെട്രോൾ വാഹനത്തിന് സ്മൂത്ത് ഡ്രൈവിംഗ് കിട്ടുമ്പോൾ ഡീസൽ വാഹനത്തിന് സ്മൂത്ത് ഡ്രൈവിംഗ് ഉണ്ടാവില്ല. പകരം സ്റ്റേബിൾ ടോർക്ക് കൊടുക്കുന്ന ഹൈ ടോർക്ക് കൊടുക്കുന്ന എഞ്ചിനായിരിക്കും എപ്പോഴും ഡീസൽ വാഹനങ്ങളിൽ ഉണ്ടാവുക. ഇനി പറയാനുള്ളത് ലോ വെയിറ്റ് എഞ്ചിനായിരിക്കും പെട്രോൾ വാഹനത്തിൽ ഉപയോഗിക്കുക. ഡീസൽ വാഹനത്തിൽ ഹൈ വെയിറ്റ് എഞ്ചിനായിരിക്കും. ഈ പ്രീ ഹീറ്റിങ്ങിന്റെ ആവശ്യമില്ല. ഇതിൻ്റെ അകത്തുണ്ട് പ്രീ ഹീറ്റിങ്ങിന്റെ ആവശ്യമുണ്ട്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത് പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിന്റെയും കമ്പാരിസൺ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെവി വാഹനങ്ങൾ അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങൾ, ഒരുപാട് ഡ്രൈവിംഗ് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡീസൽ എഞ്ചിൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. നമ്മുടെ പേഴ്സണൽ പർപ്പസിന് അല്ലെങ്കിൽ നമ്മൾ ഒരു അങ്ങനത്തെ ആവശ്യം ചെറിയ എഞ്ചിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ തമ്മിലുള്ള മെയിൻ കമ്പാരിസൺ പറഞ്ഞത്. ഇനി അതുകൊണ്ട് തന്നെ ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എനിക്ക് എന്തിൽ ഉപയോഗിക്കാം, ബൈക്കുകളിൽ ഉപയോഗിക്കാം. അപൂർവം ചില ബൈക്കുകളിൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ബൈക്കുകളെ സംബന്ധിച്ചിടത്തോളം ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആണ്. അത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ തന്നെ ഡീസൽ എഞ്ചിൻ ബുള്ളറ്റുകളൊക്കെ ഉണ്ട്, ഡീസൽ ബുള്ളറ്റുകളൊക്കെ ഇറങ്ങിയിരുന്നു. ആ സാധനം മാർക്കറ്റിൽ ഫെയിലിയർ ആയിരുന്നു. കാരണം വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും, ഡ്രൈവിംഗ് കംഫർട്ട് തീരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് പിന്നീട് ഇറങ്ങാതിരുന്നത്. കാരണം പെട്രോൾ എഞ്ചിൻ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിൻ എന്ത് കൂടുതലുണ്ടാവും, മൈലേജ് കൂടുതലുണ്ട് എങ്കിലും ഡ്രൈവിംഗ് കംഫർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആ സാധനം മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയത്. ഇത്രയാണ് നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിന്റെയും 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെയും 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെയും കമ്പാരിസൺ പറയാനുള്ളത്. ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.